നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് 220 kV സബ്സ്റ്റേഷൻ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കുമരംപുത്തൂരിൽ 110 kV സബ്സ്റ്റേഷൻ അനുവദിക്കുന്ന കാര്യവും ചർച്ച ചെയ്യുമെന്ന് മന്ത്രി. 4 വർഷമായിട്ടും പൂർത്തിയാക്കാതെ മണ്ണാർക്കാട്ടെ കോളനിയിൽ ആരംഭിച്ച ശുദ്ധജല പദ്ധതി. ഊരുവാസികൾ വീട്ടിലേക്ക് വെള്ളം എത്തിക്കുന്നത് കോളനിയുടെ താഴ്ഭാഗത്തെ കിണറിൽ നിന്നും തലച്ചുമടായി. ദുരിതത്തിലായി കൊമ്പംകുണ്ട് ആദിവാസി കോളനി നിവാസികൾ. ഒറ്റപ്പാലം സബ് ട്രഷറിയിൽ പ്രിന്റർ തകരാറിലായിട്ട് 1 മാസം. പാസ്ബുക്കിൽ ജീവനക്കാർ കൈകൊണ്ടെഴുതിയാണ് നൽകുന്നത്. നിലവിൽ രേഖപ്പെടുത്തുന്നത് അവസാന നീക്കിരിപ്പ് മാത്രം. നോക്കുകുത്തിയായി കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ വർഷങ്ങൾക്ക് മുന്നേ സ്ഥാപിച്ച വേഗത നിയന്ത്രണ ക്യാമറകൾ നന്നാക്കി ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിൽ നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണാർക്കാട് 220 kV സബ്സ്റ്റേഷൻ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മണ്ണാർക്കാട് KCB ഓഫീസ് സന്ദർശിക്കാനെത്തിയതായിരുന്നു മന്ത്രി. മണ്ണാർക്കാട്ടെ വൈദ്യുതി ഉപഭോഗം താങ്ങാനുള്ള ശേഷി നിലവിലെ 110 kV സബ്സ്റ്റേഷനില്ല. ഇക്കാര്യം ഉദ്യോഗസ്ഥർ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. 220 kV സബ്സ്റ്റേഷൻ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി ബോർഡ് ചെയർമാനുമായി അടിയന്തരമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. അതിനെന്താ തടസ്സങ്ങളും മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള നടപടികൾ പെട്ടെന്ന് തന്നെ നടത്താനുള്ള സാധ്യത. കുമരംപുത്തൂരിൽ 110 kV സബ്സ്റ്റേഷൻ അനുവദിക്കുന്ന കാര്യവും വൈദ്യുതി ബോർഡ് ചെയർമാനുമായി ചർച്ച ചെയ്യും. അനാസ്ഥയുടെ നേർക്കാഴ്ചയായി മണ്ണാർക്കാട് തെങ്കര പഞ്ചായത്തിലെ കൊമ്പംകുണ്ട് ആദിവാസി കോളനിയിലെ ശുദ്ധജല പദ്ധതി. നിലവിൽ കോളനിക്ക് താഴ്ഭാഗത്തെ കിണറാണ് വെള്ളത്തിനായി ആശ്രയിക്കുന്നത്. കോളനിയിൽ ആരംഭിച്ച ശുദ്ധജല പദ്ധതി 4 വർഷമായിട്ടും പൂർത്തിയാക്കാതെ അധികൃതർ. കൊമ്പംകുണ്ട് ആദിവാസി കോളനിയിൽ വീടും വഴിയും ശുചിമുറിയും മാത്രമല്ല ഇല്ലാത്തത്. ശുദ്ധജലം ലഭിക്കാനും ഏറെ പ്രയാസമാണിവർ നേരിടുന്നത്. കോളനിയുടെ താഴ്ഭാഗത്തെ കിണറിൽ നിന്ന് തലച്ചുമടായി വെള്ളം കുന്നിന് മുകളിലെ വീടുകളിലെത്തിക്കണം. ഊരിലെ മിക്ക സ്ത്രീകളും കൂലിവേല ചെയ്താണ് ജീവിക്കുന്നത്. ജോലി കഴിഞ്ഞു വന്ന് തലച്ചുമടായി വീട്ടിലേക്ക് ആവശ്യമായ വെള്ളം കൊണ്ടുവരേണ്ട സ്ഥിതിയാണ്. കോളനിയിൽ ശുദ്ധജലം എത്തിക്കാൻ 4 വർഷം മുൻപ് തുടങ്ങിയ പദ്ധതി പ്രാവർത്തികമായില്ല. ജലസംഭരണിയും വീടുകളിലേക്ക് പൈപ്പുകളും കിണറിൽ മോട്ടറും സ്ഥാപിച്ചു. മോട്ടോർ പുനഃസ്ഥാപിച്ച് വൈദ്യുതി കണക്ഷൻ എടുത്താൽ കോളനിക്കാരുടെ വീടുകളിൽ വെള്ളമെത്തും. മോട്ടോർ പുനഃസ്ഥാപിച്ച് വൈദ്യുതി കണക്ഷൻ എടുക്കാൻ ഫണ്ട് തികഞ്ഞില്ലെന്നാണ് കോളനി നിവാസികളോട് ബന്ധപ്പെട്ടവർ പറയുന്നത്. ശുദ്ധജല പദ്ധതി പൂർത്തിയാക്കിയാൽ വെള്ളമെങ്കിലും ലഭിക്കുമായിരുന്നുവെന്ന് കോളനി നിവാസികൾ പറഞ്ഞു. എന്നിട്ട് എനിക്ക് വെള്ളം ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അടുത്ത് പഞ്ചായത്ത് മെമ്പറുടെ അടുത്ത് പറഞ്ഞ് പൈപ്പൊക്കെ ഇട്ട് തന്നു. പക്ഷെ പൈപ്പ് ഇട്ടിട്ടുണ്ട കാര്യം മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ മോട്ടോർ സെഡില്ല. പിന്നെ എന്നിട്ട് ഞാൻ വഴിയൊക്കെ വിട്ട് അവിടെ വെള്ളത്തിന് എന്നിട്ടും വെള്ളം അടിച്ചിട്ട് കഴിക്കില്ല. ഇത് എത്ര വർഷമായി കെട്ടിയിട്ടിട്ട്? അത് 4 കൊല്ലം. ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. അവരെന്താ പറഞ്ഞാൽ അവർ ഇത് കഴിഞ്ഞിട്ട് ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ശരിയാക്കി തന്ന മോട്ടോർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഇതുവരെയായിട്ട് ശരിയാക്കില്ല. മോട്ടർ ഉണ്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ മോട്ടോർ പേരെ വേണ്ട. എന്ന് ഇവരുടെ വീട്ടിൽ പോയിട്ട് അടിക്കാൻ പറ്റുമോ? ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് എനിക്ക്. കോളനിയോടുള്ള അവഗണനയുടെ ഫലമാണ് 4 വർഷമായിട്ടും ശുദ്ധജല പദ്ധതി പൂർത്തിയാക്കാൻ കഴിയാത്തത്. ഒറ്റപ്പാലം സബ് ട്രഷറിയിൽ പ്രിന്റർ തകരാറിലായി 3 മാസം പിന്നിടുന്നു. ഇടപാടുകാരുടെ പാസ്ബുക്കിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് 3 മാസമായിട്ട് തകരാറിൽ. നിലവിൽ ജീവനക്കാർ പാസ്ബുക്കിൽ കൈകൊണ്ടെഴുതി നൽകുന്നുണ്ടെങ്കിലും ആശയക്കുഴപ്പം പരിഹരിക്കപ്പെടുന്നില്ല. പാസ്ബുക്കിൽ മുഴുവൻ ഇടപാടുകളും രേഖപ്പെടുത്താൻ കഴിയാത്തതാണ് പ്രതിസന്ധി. നിലവിൽ അവസാന നീക്കിരിപ്പ് മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. അവസാന നീക്കിരിപ്പ് മാത്രം രേഖപ്പെടുത്തുമ്പോൾ ആശയക്കുഴപ്പം തീരുന്നില്ലെന്നും അക്കൗണ്ട് വിവരങ്ങൾ പിന്നീട് പരിശോധിക്കാനാകുന്നില്ലെന്നുമാണ് പരാതി. പ്രിന്ററിന്റെ തകരാറ് പരിഹരിക്കാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും പുതിയ പ്രിന്റർ വാങ്ങാൻ ആവശ്യമായ അതേ ചെലവ് വരുന്നുണ്ടെന്നതാണ് പ്രതിസന്ധി. ഇക്കാര്യം അധികൃതർ തിരുവനന്തപുരത്തെ ട്രഷറി ഡയറക്ടറേറ്റിനെ അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കൊടക്കാട് 55-ാം മൈലിൽ വർഷങ്ങൾക്ക് മുന്നേ സ്ഥാപിച്ച വേഗത നിയന്ത്രണ ക്യാമറകൾ നശിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. റോഡരികിൽ വീണ ക്യാമറകൾ നന്നാക്കാനോ അല്ലെങ്കിൽ നീക്കം ചെയ്യാനോ അധികൃതർ തയ്യാറായിട്ടില്ല. AI ക്യാമറകൾ പോലെ ഇന്റലിജന്റ് അല്ലെങ്കിലും അമിത വേഗത നിയന്ത്രിക്കാനും അതുമൂലം ഉണ്ടാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാനും ഈ ക്യാമറകൾ സഹായിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 6 വർഷത്തോളമായി 55-ാം മൈലിലെ ക്യാമറകൾ നോക്കുകുത്തികളാണ്. വാഹനങ്ങൾ ഇടിച്ചും ദേശീയപാതയുടെ നവീകരണം നടക്കുന്ന സമയത്തും ക്യാമറകൾക്ക് ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചു. എന്നാൽ ഇവ നന്നാക്കാൻ ബന്ധപ്പെട്ടവരാരും അന്ന് ശ്രമിച്ചില്ല.
കോടിക്കണക്കിന് രൂപ മുടക്കി ഇന്ന് AI ക്യാമറകൾ സംസ്ഥാനത്ത് ഉടനീളം സ്ഥാപിച്ചു. ട്രാഫിക് സുരക്ഷയ്ക്ക് വേണ്ടി വേറെയും ലക്ഷങ്ങൾ നീക്കിവെക്കുമ്പോൾ ആയിരങ്ങൾ മുടക്കാൻ ഇല്ലാത്തതിന്റെ പേരിലായിരിക്കാം അന്ന് ഈ ക്യാമറകളെ തഴഞ്ഞത്. പകുതി പൊട്ടിയ ക്യാമറകൾ, മറ്റ് ഉപകരണങ്ങൾ, വൈദ്യുതി എത്തിക്കാനുള്ള കേബിളുകൾ തുടങ്ങി എല്ലാ സംവിധാനങ്ങളും ഇന്നും ഇവിടെ കാടുമൂടി കിടക്കുന്നു. ഇവ ഇനി നന്നാക്കി ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷെ നീക്കം ചെയ്യാൻ അധികൃതർക്ക് കഴിയും. അതെങ്കിലും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മനുഷ്യ മനസ്സിന് നല്ല നിലയിൽ മാറ്റം വരുത്താൻ കലാകാരന്മാർക്ക് കഴിയുമെന്ന് കെ പ്രേംകുമാർ MLA. കേരള സാംസ്കാരിക വകുപ്പ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ച് നടത്തുന്ന വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി ഭരതം 2 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കേരള സാംസ്കാരിക വകുപ്പിന്റെ കലാപരിശീലന പദ്ധതിയായ വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായാണ് കലാരൂപങ്ങൾ അഭ്യസിച്ചു വരുന്ന കലാകാരന്മാരുടെ കലാവതരണം ഭരതം 2 സംഘടിപ്പിച്ചത്. വജ്ര ജൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാർ അവർ പരിശീലിപ്പിച്ച വിവിധ കലകളുടെ ആ അഭ്യാസ പ്രകടനം പൂർത്തീകരിച്ചവർക്ക് അത് അവതരിപ്പിക്കാനുള്ള ഒരു വേദി ഒരുക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു പരിപാടിക്കാണ് ഭരതം 2 എന്ന പേരിൽ ഇവിടെ നേതൃത്വം നൽകുന്നത്. നമുക്കറിയാം, ആകെ 1 മണിക്കൂർ കൊണ്ട് ഉദ്ഘാടന പരിപാടി അവസാനിപ്പിച്ച് തുടർന്ന് കലാപരിപാടികളുടെ അവതരണം നടക്കണം. ഒട്ടേറെ പേർ ആശംസകൾ അർപ്പിച്ചുമൊക്കെ സംസാരിക്കാനുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ മിക്ക പരിപാടികൾക്കും ഈ ബ്ലോക്ക് പ്രദേശത്ത് വരുന്നയാളാണ്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിപാടികൾക്ക് പങ്കെടുക്കുന്നയാളാണ്. ഇതാണെങ്കിൽ നമ്മുടെ ഈ പരിപാടിയിൽ ഒരു പുതുമയുള്ള സാന്നിധ്യമായിട്ടുള്ളത് പെരുവനമാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുക എന്നതാണ് നാം എല്ലാം ആഗ്രഹിക്കുന്നത് എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സമയമെടുത്ത് ഒട്ടും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സമൂഹത്തിൽ നല്ല നിലയിൽ മനുഷ്യന്റെ മനസ്സിനെ മാറ്റാൻ സാംസ്കാരിക പ്രവർത്തനത്തിന്, കലാപ്രവർത്തനത്തിന് സാധിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ പെരുവനംകുട്ടൻ മാരാർ വിശിഷ്ടാതിഥിയായിരുന്നു. കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും കേരളത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വലുവനാടിന്റെ തനത് കലാരൂപം നാടൻ കലാരൂപമാണ്. ഇന്ന് നമ്മളിവിടെ ആദരിക്കുന്ന 6 കലാകാരന്മാർ, അവർ പുതിയതായി ചെയ്യുന്ന കലകളൊക്കെ, നാടൻ കലകൾ നിങ്ങൾക്കൊക്കെ ഏറെ അഭിമാനിക്കാൻ പകർന്നു നൽകുന്ന വള്ളുവനാടിന്റെ സ്വത്താണ്, സമ്പത്താണ്, പൂർവികമായ സമ്പത്താണ്. ഇന്ന് അത് ചിലതിലെല്ലാം നഷ്ടം സംഭവിച്ചെങ്കിലും നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തും ഭരണകർത്താക്കളെല്ലാം കലകളെ പരിപോഷിക്കുന്നതിന് നേരത്തെ MLA സൂചിപ്പിക്കുകയുണ്ടായി. സാംസ്കാരികമായ തലം സൃഷ്ടിക്കാനും സാംസ്കാരികമായ ഇടപെടലുകൾക്കും കലകളെയും കലാകാരന്മാരെയും സ്നേഹിക്കാനും വളർത്താനും ഒക്കെയുള്ള ഭരണകർത്താക്കളുടെ ഒരു നല്ല കാലം ആണ് അടുത്ത വർഷങ്ങളിൽ എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. സുബ്രഹ്മണ്യൻ, ഫെലോഷിപ്പ് കൺവീനർ സജീഷ് പുലവർ എന്നിവർ വിവിധ കലാമേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ C. രാജിക, K. ജയലക്ഷ്മി, P. ശാസ്തകുമാർ, P. ജയശ്രീ, പ്രേമലത, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N. സാജിറ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. അടുത്തിടെ ഉദ്ഘാടനം കഴിഞ്ഞ അമ്പലപ്പാറ കടമ്പൂർ വേട്ടേക്കര കടമ്പഴിപ്പുറം റോഡിലെ അപകടാവസ്ഥ പരിഹരിച്ചു. കടമ്പൂർ പാടശേഖരത്തിന് സമീപം ശക്തമായ മഴയിൽ മണ്ണൊലിച്ച് റോഡ് അപകടാവസ്ഥയിലായ ഭാഗത്തെ പ്രശ്നമാണ് പരിഹരിച്ചത്.
അപകട ഭീഷണി ഉണ്ടായിരുന്ന ഭാഗത്ത് കരിങ്കൽ ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാണ് മണ്ണൊലിപ്പ് പ്രശ്നത്തിന് പരിഹാരം കണ്ടത്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മിയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തിയതിന് പിന്നാലെ കരാറുകാരന് അപകടാവസ്ഥ പരിഹരിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. 3 മാസം മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞിരുന്ന കടമ്പൂർ കടമ്പഴിപ്പുറം റോഡിലാണ് വാഹനങ്ങൾക്കടക്കം ഭീഷണിയായി പ്രശ്നം രൂപപ്പെട്ടിരുന്നത്. കടമ്പൂർ പാടശേഖരത്തിന് നടുവിലൂടെ പോകുന്ന റോഡിന് സംരക്ഷണ ഭിത്തി ഇല്ലാത്തത് മൂലം ശക്തമായ മഴയിൽ മണ്ണ് കുത്തിയൊലിച്ചു പോവുകയായിരുന്നു. പാടശേഖരം തുടങ്ങുന്ന ഭാഗത്ത് മണ്ണൊലിച്ചു പോയി റോഡിന് തൊട്ടടുത്ത് വരെ എത്തി നിൽക്കുന്ന സ്ഥിതിയായിരുന്നു. മഴയുടെ ശക്തി വർദ്ധിക്കുന്നതിനനുസരിച്ച് മണ്ണൊലിപ്പ് തുടരുന്നത് റോഡിന് തന്നെ ഭീഷണിയായി മാറിയിരുന്നു. ഒരേ എതിർദിശകളിൽ നിന്ന് 2 വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ അപകടമുണ്ടായേക്കാമെന്ന ഭീതിയുമുണ്ടായിരുന്നു. ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാതയാണിത്. കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കടക്കം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന പാതയുമാണ്. രാത്രിയാണ് അപകട ഭീഷണി കൂടുതലുണ്ടായിരുന്നത്. വീതി കുറവുള്ള ഈ ഭാഗത്ത് നേരത്തെ കമ്പുകൾ നിരത്തി കുത്തിവെച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് റോഡിന്റെ നവീകരണ ഉദ്ഘാടനം കഴിഞ്ഞിരുന്നത്. 3 കോടി രൂപ ചെലവിൽ 5 കിലോമീറ്ററിലേറെ ദൂരം വരുന്ന റോഡാണ് നവീകരിച്ചിരുന്നത്. പട്ടാമ്പിക്കാർക്കേറെ സുപരിചിതനും ജനകീയനുമായ ഡോക്ടർ ജോസ് പുളിക്കൽ ഇനി ഓർമ്മ. ആമാശയ അർബുദത്തെ തുടർന്ന് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച അർദ്ധരാത്രി 12:20 അന്ത്യം. 74 വയസ്സായിരുന്നു. തൃശൂർ മണ്ണമ്പേട്ടയിൽ ജനിച്ച അദ്ദേഹം പട്ടാമ്പിയിൽ സ്ഥിരതാമസമാക്കിയിട്ട് 41 വർഷമായി. പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രി, കൊപ്പം കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ അദ്ദേഹം ആശുപത്രി സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ചിരുന്നു. 49 വർഷം ആതുര സേവന രംഗത്ത് ഡോക്ടറായി പ്രവർത്തിച്ചു. ഞായറാഴ്ച വൈകിട്ട് പട്ടാമ്പിയിലെ വസതിയിൽ മൃതദേഹം പൊതുദർശനത്തിനു വെച്ചു. നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ തൃശൂരിലെ മണ്ണമ്പേട്ട കുടുംബവസതിയിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് 10:30 മണ്ണമ്പേട്ട സെന്റ് മേരീസ് ഇമാക്കുലേറ്റ് ചർച്ചിൽ സംസ്കാരം നടക്കും. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം വീട്ടിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്തിയിരുന്ന അദ്ദേഹം പട്ടാമ്പിയുടെ ജനകീയ ഡോക്ടറായാണ് അറിയപ്പെട്ടിരുന്നത്. രോഗികളിൽ നിന്ന് അദ്ദേഹം ഫീസ് ഇത്ര എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിയിരുന്നില്ല. രോഗികൾ തരുന്നത് എത്രയായാലും വാങ്ങും. ഒന്നും തന്നില്ലെങ്കിലും ഗൗനിക്കാറില്ല. മറ്റു പലയിടത്തും പോയി രോഗം മാറാത്ത ആളുകളും ജോസ് ഡോക്ടറെ കണ്ടാൽ ആ സാമീപ്യം മതി രോഗം മാറാൻ എന്ന് പറയുമായിരുന്നു. ജോസ് ഡോക്ടർ പട്ടാമ്പിയുടെ ഒരു ജനകീയ ഡോക്ടറാണ്. ഏത് സമയത്തും ആളുകൾക്ക് വരാം. മാത്രമല്ല വളരെ കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായ ചികിത്സ കൊടുക്കുന്നതിൽ ഒരു നല്ല അഗ്രഗണ്യനായിട്ടുള്ളൊരു ഡോക്ടറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഫീസ് ഒരു പ്രശ്നമായിരുന്നില്ല. മാത്രമല്ല വളരെ കുറഞ്ഞ മരുന്നുകൾ മാത്രം ആളുകൾക്ക് എഴുതി കൊടുക്കും. മാത്രമല്ല ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് അവരോട് തന്നെ ചോദിക്കും പെട്ടെന്ന് മാറണോ അല്ലെങ്കിൽ കുറച്ച് അതിനനുസരിച്ച് ഡോസ് അടക്കം നോക്കി ആളുകൾക്ക് വേറെ പ്രശ്നങ്ങളില്ലാതെ കൊടുക്കുന്ന ഒരു ഡോക്ടറാണ്. മാത്രമല്ല ഇന്നിപ്പോൾ നമുക്കറിയാം ഇതെല്ലാം നമ്മൾ ചികിത്സയൊക്കെ വല്ലാതെ സാമ്പത്തിക കാര്യങ്ങൾ മാത്രം നോക്കുന്ന സമയത്ത് പല അസുഖങ്ങളും വളരെ വേഗത്തിൽ ചികിത്സിച്ച് മാറ്റാൻ അദ്ദേഹം മരുന്ന് കൊടുത്ത് മാറ്റും. അതിന് അവിടെ നിൽക്കുന്നതല്ല എന്ന് തോന്നിയാൽ പിന്നെ ഒരു നിമിഷം പോലും വൈകിപ്പിക്കാതെ ആ രോഗിയെ വേഗം തന്നെ മറ്റു ഡോക്ടറെ അടുത്ത് അല്ലെങ്കിൽ മറ്റു ആശുപത്രിയിലേക്ക് പോകാൻ പ്രിഫർ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ഒരു എത്തിക്സ് കീപ്പ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് വളരെയേറെ സഹായകരമായ രീതിയിൽ ചികിത്സ തുടർന്നുകൊണ്ടിരുന്ന ഒരാളാണ് ജോസ് ഡോക്ടർ. പട്ടാമ്പിയിലെ ജനകീയ ഡോക്ടറായിട്ടുള്ള ജോസ് ഡോക്ടറുടെ മരണം വിശ്വസിക്കാൻ പറ്റാത്തതാണ്. നമുക്കറിയാം സാധാരണക്കാരായ ആളുകളെ വളരെ നല്ല രീതിയിൽ പരിപാലിച്ചുകൊണ്ട് കുറഞ്ഞ ചെലവിൽ പരിചരണം നൽകിക്കൊണ്ട് സാധാരണക്കാരായ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു ജോസ് ഡോക്ടർ. ജോസ് ഡോക്ടറുടെ മരണം ഒരു തീരാ നഷ്ടമാണ് പട്ടാമ്പിക്ക് നൽകിയിട്ടുള്ളത്. മണ്ണാർക്കാട് അട്ടപ്പാടി ചുരത്തിൽ ഉണങ്ങിയവ ഉൾപ്പെടെയുള്ള മരങ്ങൾ യാത്രക്കാർക്ക് ഭീഷണി. 9ാം വളവിലാണ് 2 മരങ്ങൾ ഉണങ്ങി നിൽക്കുന്നത്. 9ാം വളവ് തിരിഞ്ഞു കയറുമ്പോൾ ഇടതുഭാഗത്ത് 2 വലിയ മരങ്ങൾ ഉണങ്ങിയാണ് നിൽക്കുന്നത്. ശക്തമായ കാറ്റടിച്ചാൽ റോഡിലേക്ക് മറിഞ്ഞു വീഴും. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ പോകുന്ന റോഡിലാണ് അപകടക്കിണിയായി മരങ്ങൾ നിൽക്കുന്നത്. അട്ടപ്പാടിയിൽ മരം വീണ് ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചത് ആഴ്ചകൾക്ക് മുൻപാണ്. ഉണങ്ങിയ മരങ്ങൾ മാത്രമല്ല, ചുരം റോഡിന്റെ വശങ്ങളിലെല്ലാം വീഴാറായ മരങ്ങളുണ്ട്. പാറക്കെട്ടുകൾക്കിടയിൽ നിൽക്കുന്ന മരങ്ങളുടെ വേരുകൾ ആഴ്ന്നിറങ്ങാത്തതിനാൽ വീഴാനുള്ള സാധ്യത ഏറെയാണ്. മരം വീഴുന്നതോടൊപ്പം സമീപത്തെ പാറകളും റോഡിലേക്ക് വീഴുന്ന സ്ഥിതിയുണ്ടാകും. കഴിഞ്ഞ ദിവസം 6ാം വളവിൽ മരം കടപുഴകിയതിനെ തുടർന്നാണ് പാറ റോഡിൽ വീണത്. യാത്രക്കാർക്ക് ഭീഷണിയാകുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുകയോ കൊമ്പുകൾ വെട്ടി അപകടാവസ്ഥ ഒഴിവാക്കുകയോ വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം.
ചെത്തല്ലൂർ തെക്കുമുറി ചാരിറ്റബിൾ സൊസൈറ്റി ഉദ്ഘാടനവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കിയാണ് ചെത്തല്ലൂർ തെക്കുമുറി ചാരിറ്റബിൾ സൊസൈറ്റിക്ക് പ്രദേശത്തുകാർ രൂപം നൽകിയത്. സൊസൈറ്റി ഉദ്ഘാടനം തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം നിർവഹിച്ചു. നിസാർ തെക്കുമുറി അധ്യക്ഷനായി. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിനും A+ നേടിയ നന്ദന ഗുപ്ത, ദേശീയ സാംബോ ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയ ആരോമൽ, കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകയായി സത്യപ്രതിജ്ഞ ചെയ്ത അഡ്വക്കേറ്റ് P. ഹസനാഥ് എന്നിവർക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാർവതി ഹരിദാസ് ഉപഹാരം നൽകി. സ്വാതന്ത്ര്യം പലിശരഹിത വായ്പയുടെയും കരുതൽ പെൻഷൻ പദ്ധതിയുടെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ P. മൻസൂർ അലി നിർവഹിച്ചു. ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് നിസാർ തെക്കുമുറി അധ്യക്ഷനായി. ഷെരീഫ് പെരുമ്പാല, TK സർഫുദ്ദീൻ, P. ബഷീർ, TK ഹൈദർ, T. വീരാൻ, മുസ്തഫ TK, T. മുർഷിദ്, മുബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിൽ വെട്ടത്തൂർ സർവീസ് സഹകരണ ബാങ്ക് പരിധിയിൽ SSLC +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. നജീബ് കാന്തപുരം MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും ഉന്നത വിജയികളെ ബാങ്ക് ആദരിക്കാറുണ്ട്. വെട്ടത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ SSLC +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് നടക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ ബാധിച്ചിരുന്നൊരു കാലമുണ്ട്. പലരും ഈ നാട് വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ എങ്ങനെ ജീവിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ആശങ്കകളാണ്. പക്ഷെ രാഷ്ട്രീയ മാറ്റം ഒരു സമൂഹത്തിന് നൽകുന്ന പ്രത്യാശ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ നാട് നമ്മുടേതാണ്. ഇന്ന് നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, ഞാൻ രാഷ്ട്രീയം പ്രസംഗിക്കുകയല്ല, പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രൂപപ്പെടുന്ന ഒരു പ്രതീക്ഷ പുതിയ തലമുറയുടെ ഭാവിക്ക് നേരെയുള്ള വെളിച്ചം കൂടിയാണ്. ബാങ്ക് പ്രസിഡന്റ് M. സൈദലവി മാസ്റ്റർ അധ്യക്ഷനായി. +2 പരീക്ഷയിൽ സമ്പൂർണ്ണ A+ നേടിയവരെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫയും, SSLC പരീക്ഷയിൽ സമ്പൂർണ്ണ A+ നേടിയവരെ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ KM ഉബൈദും ആദരിച്ചു. KE ഹംസഹാജി, MK സത്താർ, K. ഇബ്രാഹിം, P. മജീദ്, P. കോയക്കുട്ടി, TP ജോസഫ്, P. മുഹമ്മദ് അലി, TN സൈനുദ്ദീൻ, KK ജലീൽ, K. റഷീദ്, സുരേന്ദ്രൻ, രാമചന്ദ്രൻ, K. സുലൈഖ, ഫർസാന തസ്ലീം, KT ഷിയാസ്, മോളമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വർഷം സർവീസിൽ നിന്നും വിരമിച്ച സെക്രട്ടറി P. കോയക്കുട്ടിയെ KMCC വെട്ടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ആദരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം ജൂലൈ 20-21 തീയതികളിൽ ശ്രീകൃഷ്ണപുരത്ത് നടക്കും. സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഗ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് P. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. KSKTU ജില്ലാ സെക്രട്ടറി R. ചിന്നക്കുട്ടൻ, ജില്ലാ പ്രസിഡന്റ് TN കണ്ടമുത്തൻ, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് K. പ്രേംകുമാർ MLA, KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറി V. ചെന്താമരാക്ഷൻ, AIAWU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് K. കോമളകുമാരി, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം MT ജയപ്രകാശ്, ജില്ലാ നിർവാഹക സമിതി അംഗം P. അരവിന്ദാക്ഷൻ, ഏരിയ സെക്രട്ടറി V. പ്രജീഷ് കുമാർ, P. സുബ്രഹ്മണ്യൻ, AK. ഷീലാദേവി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് എന്നിവർ സംസാരിച്ചു. 251 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായി P. അരവിന്ദാക്ഷനെ ചെയർമാനായും V. പ്രജീഷ് കുമാറിനെ കൺവീനറായും തിരഞ്ഞെടുത്തു. വെള്ളിനേഴി കുളക്കാട് ALP സ്കൂളിൽ ഈ വർഷത്തെ പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി മൈക്കോ ഫോട്ടോ ഫോറസ്റ്റ് ചലഞ്ച്, പ്രാണി പരിസ്ഥിതിയുടെ പ്രാണൻ, നാച്ചുറൽ ക്ലിക്ക് ഗാലറി എന്നീ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. K. പ്രേംകുമാർ MLA പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം K. ശ്രീധരൻ മുഖ്യാതിഥിയായി. ഈ വർഷത്തെ പ്രൊജക്റ്റായ പ്രാണി പരിസ്ഥിതിയുടെ പ്രാണൻ ലോഗോ പ്രകാശനം മുൻ പ്രധാന അധ്യാപകൻ K. കുഞ്ഞിരാമൻ നിർവഹിച്ചു. നാച്ചുറൽ ക്ലിക്ക് ഗാലറി സമർപ്പണം BRC ട്രെയിനർ ശിവശങ്കരനും, തൈ വിതരണം ഡോക്ടർ കലാമണ്ഡൽ രാമൻകുട്ടിയും നിർവഹിച്ചു. പ്രൊജക്ട് കോർഡിനേറ്ററായ അഭിരാജ് പദ്ധതി അവതരണവും ക്ലാസും എടുത്തു. ഹെഡ് മിസ്ട്രസ് B. സൗമ്യ, ജയപ്രകാശൻ C, രാമകൃഷ്ണൻ BC, കൃഷ്ണൻ AS, ജഗദീഷ് AS, നിതിൻ C രാജേഷ്, സിനോജ്,
ശാന്തി KP, സിന്ധു, സുജാത, അജിത് എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് കൈരിയാട് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടാലന്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. അനുമോദന സദസ്സ് KPCC മെമ്പർ റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ MBBS പരീക്ഷയിൽ റാങ്ക് ഹോൾഡറും ഗോൾഡ് മെഡലിസ്റ്റുമായ ഡോക്ടർ ഗ്രീഷ്മ ഉണ്ണികൃഷ്ണനെയും SSLC +2 പരീക്ഷകളിൽ മികവാർന്ന വിജയം നേടിയ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. അനുമോദന സദസ്സ് KPCC മെമ്പർ റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ അസംബ്ലി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിഷിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VKP വിജയനുണ്ണി, മണ്ഡലം പ്രസിഡന്റ് പാലോളി ഹുസൈൻ, വാർഡ് മെമ്പർ P വിശ്വനാഥൻ, മുൻ വാർഡ് മെമ്പർമാരായ ബാലചന്ദ്രൻ, കാർത്തിയായിനി, മുൻ DCC മെമ്പർ വേലുദാസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സ്മിജേഷ് ദേവ്, റഫീഖ്, ചന്ദ്രബാബു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിജയികൾക്കുള്ള ഉപഹാര വിതരണവും റിയാസ് മുക്കോളി നിർവഹിച്ചു. കുളങ്ങാട്ടുകുറിശി ഉപ്പിലാപ്പുള്ളി മഹാദേവ ക്ഷേത്രം ആദരായനം സംഘടിപ്പിച്ചു. മലബാർ ദേവസ്വം ബോർഡ് മുൻ ഏരിയ സെക്രട്ടറി PK ഗംഗാരൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലീല അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബ്രഹ്മശ്രീ പനാവൂർ മനക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, VJ നാരായണൻ നമ്പൂതിരി, ശ്രീരാമകൃഷ്ണൻ എമ്പ്രാന്തിരി, കലാകാരന്മാരായ കളമ്പാട്ട് കലാകാരനായ CK സുകുമാരക്കുറുപ്പ്, അയ്യപ്പൻപാട്ട് കലാകാരന്മാരായ C രാമകൃഷ്ണൻ, C ഭാസ്കരൻ, കഥകളി കലാകാരി TM സുജാത അന്തർജനം, ഓട്ടംതുള്ളൽ കലാകാരൻ കലാമണ്ഡലം വിഷ്ണു, ചെണ്ടക്കലാകാരൻ ശങ്കരൻ മലപ്പുറം, CMA പരീക്ഷയിൽ ഇന്ത്യയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ നവീൻ കല്ലംപറമ്പിൽ എന്നിവരെ ആദരിച്ചു. ശ്രീജ KM, ഭാഗ്യലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണാർക്കാട് 220 kV സബ്സ്റ്റേഷൻ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. കുമരംപുത്തൂരിൽ 110 kV സബ്സ്റ്റേഷൻ അനുവദിക്കുന്ന കാര്യവും ചർച്ച ചെയ്യുമെന്ന് മന്ത്രി. 4 വർഷമായിട്ടും പൂർത്തിയാക്കാതെ മണ്ണാർക്കാട്ടെ കോളനിയിൽ ആരംഭിച്ച ശുദ്ധജല പദ്ധതി. ഊരുവാസികൾ വീട്ടിലേക്ക് വെള്ളം എത്തിക്കുന്നത് കോളനിയുടെ താഴ്ഭാഗത്തെ കിണറിൽ നിന്നും തലച്ചുമടായി. ദുരിതത്തിലായി കൊമ്പംകുണ്ട് ആദിവാസി കോളനി നിവാസികൾ. ഒറ്റപ്പാലം സബ് ട്രഷറിയിൽ പ്രിന്റർ തകരാറിലായിട്ട് 1 മാസം. പാസ്ബുക്കിൽ ജീവനക്കാർ കൈകൊണ്ടെഴുതിയാണ് നൽകുന്നത്. നിലവിൽ രേഖപ്പെടുത്തുന്നത് അവസാന നീക്കിരിപ്പ് മാത്രം. നോക്കുകുത്തിയായി കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ വർഷങ്ങൾക്ക് മുന്നേ സ്ഥാപിച്ച വേഗത നിയന്ത്രണ ക്യാമറകൾ നന്നാക്കി ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിൽ നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.